അസ്സലാമലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പല ഫർണിച്ചർ ഷോപ്പും കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ കാണുന്നൊരു ഫർണിച്ചർ ഷോപ്പാണ് റൂം ബൈ റൂം ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു ഷോപ്പ്. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ടൊന്ന് കാണാനൊരാഗ്രഹം, ഇവിടുത്തെ ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ എന്തായാലും കാണാൻ കയറാം. ഇപ്പോൾ ഇവരോട് സമ്മതം ചോദിച്ചിട്ട് വീഡിയോ എടുക്കാൻ ഒരു സമ്മതിക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. അവർ പറഞ്ഞു ഞാൻ യൂട്യൂബിലിടാനാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയ ഷോപ്പാണ്, എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസൊക്കെ അല്ലേ, എന്ത് ഭംഗിയല്ലേ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നും ഈ ചെടികളും പൂക്കളും എടുക്കണതിന് പകരം ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫർണിച്ചർ ഷോപ്പ് എടുത്തത്. പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാനുള്ളൊരാഗ്രഹം. എനിക്ക് ഇവിടുത്തെ സോഫ സെറ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഒട്ടും മരം കാണില്ല നമ്മുടെ അവിടെയൊക്കെ. ഇങ്ങനത്തെ സോഫ സെറ്റ് നമ്മുടെ അവിടെ കിട്ടില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ എങ്കിലും നമ്മുടെ അവിടെ മരം കുറച്ച് കാണിച്ചിട്ടുള്ള സോഫ സെറ്റുകൾ നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇവിടെ ഇങ്ങനെ അങ്ങനത്തെ സോഫ സെറ്റ് ഒട്ടുമില്ല, എല്ലാം ഫുള്ള് കുഷ്യൻ കവർ ചെയ്തിട്ടുള്ള സോഫ സെറ്റുകളാണ്. പിന്നെ ഇവിടെ കുറേ ഹോം ഡെക്കോസ് നല്ലോണം ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ആൻറ്റിക്കായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടു. അതുപോലെ തന്നെ ഈ സീനറീസ് നല്ല മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാം. എനിക്ക് എന്തിങ്ങനെ കാണുമ്പോഴും ഞാൻ വിചാരിക്കും എപ്പോഴും ഇപ്പോൾ ആയിട്ട് എനിക്ക് എപ്പോഴും ഈ വീഡിയോ എടുക്കണം, നിങ്ങളെ കാണിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമായി. ഇനിയിപ്പോൾ മാത്രമല്ല, അപ്പോൾ അടുത്ത മാസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് വീഡിയോസ് നിർക്കാൻ പറ്റില്ല, മഞ്ഞാവുമല്ലോ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഇവിടുത്തെ ലൈറ്റ്സാണ് കേട്ടോ. ഈ ലൈറ്റ്സൊക്കെ നോക്കി എന്തൊരു ഭംഗിയല്ലേ. ലൈറ്റ്സിൻ്റെ ഒരു കളക്ഷൻ മാത്രം ഒരു സൈഡിലുണ്ട്, പക്ഷേ ഞാനതൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ എടുക്കണില്ല. ഞാനൊരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി കാണിച്ച് വലിയ ഷോപ്പായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. വലിയ ലോങ് വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇത് എടുത്തേക്കണത്. എങ്കിലും ഒരു 9 മിനിറ്റിന് മേലെ വരുന്നുണ്ട്. പിന്നെ അതിലും ചെറുതാക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാണ്ടാവില്ല. എനിക്ക് ഈ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് കേട്ടോ, പീക്കോക്ക് ബ്ലൂ, പീക്കോക്ക് ഗ്രീൻ, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കളറ്. ഞാനൊക്കെ വീടുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഒരു തീം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ്, ബ്ലാക്ക്, ആഷ്, അതല്ലാത്ത യാതൊരു കളറും ഞാൻ വീട്ടിൽ ഉപയോഗിച്ചിരുന്നില്ല. എനിക്ക് അത് മാത്രം മതി എന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുക ഇപ്പോൾ 10-11 വർഷമായി ഞങ്ങൾ വീട് താമസിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുക ഇനി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് വീട് ഞാൻ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒരു കളർഫുള്ളാക്കാനൊരാഗ്രഹം. ഇവിടെ എപ്പോഴും വീടുകൾ കാണാൻ എപ്പോഴും ഒരു കൂടുതലായിട്ടൊരു എന്താ പറയുക, ഒരു പച്ചപ്പ് ഗ്രീനിഷ് ഉള്ളൊരു ടൈപ്പായിരിക്കും. ഉള്ളിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എപ്പോഴും ഒരു ഗ്രീനിഷ് അറേഞ്ച്മെൻറ്റാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. ഒറിജിനൽ ചെടികളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ചെടികളാണെങ്കിലും അതുപോലത്തെ ടൈപ്പാണ് മിക്ക വീടുകളിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക. പിന്നെ ഇവിടുത്തെ എന്താ ലൈറ്റ്സ്, അതുപോലെ നമ്മുടെ ബെഡ് ലാമ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ടാണ്. ഈ ഫ്ലവർ വേസൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയില്ലേ, ഭയങ്കര ഗ്ലേസിങ്ങും ഒരു തരം സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ച പോലെ ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസ്. അതുപോലത്തെ പല സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ ആകെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ വലിയ വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ട് കുറേ ദിവസം, എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷെ എനിക്കത് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഇവിടെ ഏറ്റവും എടുത്ത് പറയാൻ ഉള്ളത് കാർപ്പറ്റുകളാണ്. വലിയ കാർപ്പറ്റുകൾ, അടിപൊളി കാർപ്പറ്റുകൾ. പിന്നെ ഈ കാർപ്പറ്റിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പീസ് ഇവരിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അവരത് നമുക്ക് അതിൻ്റെ വലുത് തരും. ഇതൊക്കെ ശരിക്കും ഒറിജിനൽ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ വലിയ മരത്തുമലൊക്കെ ഈ പ്ലാന്റ് പടർന്നു പോയിട്ടുള്ള കാണാറില്ലേ, ആ പ്ലാന്റാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ എല്ലാം ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ ഫർണിച്ചർ ഷോപ്പ് കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ സംസാരിക്കാൻ എന്താ ഇപ്പോൾ സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയൊക്കെ ഞാൻ മ്യൂസിക് ഇടുകയാണ്. എന്തായാലും നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഈ ഷെൽഫൊക്കെ എന്ത് ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ ഈ ടീപ്പോയികൾ കണ്ട മരം കട്ട് ചെയ്ത് അതേപോലെ അത് ഞാൻ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
ഇവിടെ ഇതുപോലെ ഡെക്കോസ് നോക്കിക്കോട്ടെ, നല്ല ഭംഗിയുള്ള കോർണർ സ്റ്റാൻഡ്, അപ്പോൾ നമ്മൾ സൈഡിൽ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ. ഈ സോഫ സെറ്റൊക്കെ കണ്ടില്ലേ, തീരെ മരങ്ങൾ കാണാതെ ഫുള്ള് കുഷ്യനായിട്ട് ഈ ലെതറിൻ്റെ മെറ്റീരിയൽ പോലെ തോന്നുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. അപ്പോൾ ഇവിടുത്തെ കാർപ്പറ്റുകൾ കാണാൻ നല്ല ഭംഗിയാണ്, എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇത് സൈഡിൽ നമ്മുടെ കോർണർ സ്റ്റാൻഡാണ്, ഇത് വൈറ്റ് കോർണർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഡെക്കോസ് കാണാൻ എന്ത് ഭംഗിയല്ലേ, ഒരു വൈറ്റ് ഒരു തൂവൽ പോലത്തെ സംഭവം കണ്ടില്ല. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഒരു ഓർണമെൻ്റ് ഗ്രാസ്. എല്ലാവരും ഇത് ആർട്ടിഫിഷ്യലാണ്, പക്ഷേ ഓർണമെൻ്റ് ഗ്രാസ് ഇതുപോലെ ഇവരിങ്ങനെ വെക്കും, ബ്ലാക്ക് ഫ്ലവർ വേസ് അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവർ വേസിൽ. ഞാൻ അന്ന് ആ സെയിം ഓർണമെൻ്റ് ഗ്രാസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടേക്കിട്ടാ. ഞാൻ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ചതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാതും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ബെഡ് ലൈറ്റ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ലൈറ്റ്സ് നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അത് ഇൻഷാ അല്ലാ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ശരിക്കും ഇപ്പോഴും ഞാൻ മുന്നേ പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ എടുക്കലൊന്നും ഇപ്പോൾ കറക്റ്റായിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാലും മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ചെടികളോടായതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് കൂടുതലും ഈ വീടുകളുടെ ചെടികളുടെ ഒക്കെ വീഡിയോസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണേ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഇഷ്ടമുള്ളവരുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നെ പോലെ തന്നെ എൻ്റെ ഒരു പ്രായത്തിലുള്ളവർക്കൊക്കെ ചെടികളും പൂക്കളൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.